ജീവിതത്തിൽ വ്യക്തിപരമായ വിജയങ്ങൾക്ക് പുറകെ പോകാതെ മറ്റുള്ളവർക്ക് വേണ്ടി അധ്യാപകനായി മാറുകയും അവരുടെ മനസ്സിൽ ജ്ഞാനത്തിൻ്റെ വിത്തുകൾ പാകി വെങ്ങാനൂർ എന്ന ഈ നാടിൻ്റെ അഭിമാനമായി സൂര്യ തേജസ്സായി തീർന്ന ശ്രീ രാമകൃഷ്ണൻ നായർ സാർ, കുട്ടികളുടെ ഇഷ്ട അധ്യാപകൻ, നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട സഹയാത്രികൻ, മികച്ച സാംസ്കാരിക പ്രവർത്തകൻ എന്നിവയിലെല്ലാം ശോഭിച്ചു നിൽക്കുന്ന സാറിനെ അഷ്ടപതി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിൻ്റെ പ്രതിഭാ സംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് അധ്യാപക വൃത്തിയിലേക്ക് വരാനുള്ള എന്തായിരുന്നു അതിനുള്ള പ്രചോദനം എന്നൊന്ന് അറിഞ്ഞാൽ. ഈ ശാസ്ത്ര രംഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ ജാംഷഡ്പൂർ നാഷണൽ മെറ്റലിക്കൽ ലബോറട്ടറി അവിടെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സയൻസ് ലബോറട്ടറിയിൽ റിസർച്ച് വർക്കിൽ എന്തെല്ലാം ചെയ്യാനുണ്ടോ അതിലൊക്കെ അസിസ്റ്റ് ചെയ്യുക, അതാണ് വർക്ക്. ഏതാണ്ട് 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വർക്കായിരുന്നു അതിന്. പൊതുവെ സയൻസും റിസർച്ചും ഒക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നല്ല 14 നാഷണൽ ലബോറട്ടറീസിൽപ്പെട്ട ഒന്നാണ് നാഷണൽ മെറ്റീരിയൽ ലബോറട്ടറി. അവിടുത്തെ വർക്ക് വളരെ സന്തോഷകരമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇപ്പോൾ 2 കൊല്ലം സർവീസ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ അവധിക്ക് വന്നു. സ്വാഭാവികമായിട്ട് നാട്ടുകാർക്കും നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ കല്യാണം കഴിപ്പിക്കാമെന്നൊരു അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം വെക്കേഷൻ കഴിഞ്ഞ് തിരികെ പോകാനുള്ളവർക്കും ആയപ്പോൾ അച്ഛനും ഫാദറിലായി രണ്ടുപേരും കൂടെ നിർബന്ധിച്ച് ഇനി പോണത് അത്ര ശരിയല്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഈ കുടുംബമായിട്ടൊക്കെ ദൂരെ, അപ്പോൾ അതാണ് അവരുടെ ആ പഴയ മനസ്സിൻ്റെ. പിന്നെ മറ്റൊരു കാര്യം, ഫാദറില്ല ഒരു സ്കൂൾ മാനേജറാണ്. അന്ന് ഹൈസ്കൂൾ മാനേജർ ആയിരിക്കുന്ന ഒരാളിന് ഇഷ്ടമുള്ളവരെ നിയമിക്കാം ആ കാലം. അപ്പം ഞാനൊരു പക്ഷേ അവിടെ പോയി, അല്ലെങ്കിൽ ഇവിടെ ഉദ്യോഗമുണ്ട്, അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗം ഉണ്ട്. അപ്പോൾ അതുപോലെ എന്തിനാണ് എന്ന് അവരുടെ രണ്ടുപേരുടെയും ആർഗ്യുമെൻ്റ്. ആദ്യമൊക്കെ ഞാൻ ഒന്ന് എതിർത്ത് നോക്കിയെങ്കിലും പിന്നെ വഴങ്ങേണ്ടി വന്നു. അതിനും ചില കാരണങ്ങളുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് കഴിയുന്ന ആളുകളുടെ കുടുംബ ജീവിതം കണ്ടിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഉദ്യോഗത്തിന് പോകണം, അതേസമയത്ത് നാട്ടിൻപുറത്തുനിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരി കുട്ടി വീട്ടിലൊറ്റയ്ക്കായി പോകും. ഇയാൾ തിരികെ വരുന്നത് വരെ വീട്ടിലൊറ്റയ്ക്കാണ്, പരിസരവാസികളുമായിട്ട് ബന്ധമൊന്നുമില്ല, ഭാഷ അറിഞ്ഞോടാം, അങ്ങനെ ഒരു വിദേശത്ത്. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഡൈവോഴ്സ് ചെയ്ത് പോയ കേസും എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി ആലോചിച്ചപ്പോൾ അച്ഛനും അമ്മയും പറയുന്നതാണ് ശരി. പിന്നെ കാലാവസ്ഥ എക്സ്ട്രീംസാണ്. തണുപ്പാണെങ്കിൽ അങ്ങേറ്റ തണുപ്പ്, ചൂടാണെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള സീസണൊക്കെ വരും. ഏതായിരുന്നാലും നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന ഒരു പെൺകുട്ടിയെ ഇത് അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ശരി, ഏതായിരുന്നാലും ഇവിടെ ഉദ്യോഗം അങ്ങനെ സന്തോഷമായിട്ട് സ്കൂളിൽ അധ്യാപകനായിട്ട് ചെയ്തായിരുന്നു. എങ്ങനെയാണ് പക്ഷേ ഇപ്പം ഒരു ശാസ്ത്രജ്ഞനായിട്ട് അറിയേണ്ട ആളായിരുന്നു. തീർച്ചയായും അതിനുള്ള വേണ്ട സ്കോപ്പ് അവിടെ ഉണ്ട്. എൻ്റെ വർക്ക് അനുസരിച്ച് ഇപ്പോൾ സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിലും ഒരു റിസർച്ച് പേപ്പർ തന്നെ ആ സമയത്ത് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. അതിൽ ഡയറക്ടർക്ക് വലിയ അപ്രീഷിയേഷൻ ആയിരുന്നു. റെസിഗ്നേഷൻ ലെറ്റർ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ മടിയായിരുന്നു. പിന്നെ നിവർത്തിയില്ല, ഇവിടുത്തെ പോകില്ല എന്ന് പറഞ്ഞത്, അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഏതായിരുന്നാലും എനിക്കിഷ്ടപ്പെട്ട ഉദ്യോഗമായിരുന്നു, എൻ്റെ മേധാവികൾക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിൽ ഇപ്പം എനിക്ക് ഖേദമില്ല. ആ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര ഔന്നത്യത്തിൽ പോയിരുന്നാലും മനുഷ്യനായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. അതേസമയത്ത് ഒരു അധ്യാപകനെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച് വിട്ട 1000 കുട്ടികളുണ്ട്. നാട്ടിൽ എവിടെ പോയിരുന്നാലും അതിൽ 1000 സാന്നിധ്യം കാണും. വിദേശത്ത് പോലും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതം എനിക്ക് വാസ്തവത്തിൽ വളരെ ഹൃദ്യമായിട്ട് ആണ് തോന്നിയിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെയും ഭാഗ്യമാണ്. തീർച്ചയായിട്ടും തന്നെ ഇവിടേക്ക് തീർച്ചയായിട്ടും മൊത്തം. അതെ. പിന്നെ ഈ സയൻസിൻ്റെ അധ്യാപകനായതുകൊണ്ട് ഈ ശാസ്ത്ര രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള
ഇപ്പോൾ സ്കൂളിനകത്ത് മാത്രമല്ല വെളിയിലും ഒക്കെ ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. സാർ അധ്യാപകനായിട്ട് മാത്രം ഒതുങ്ങാതെ ഉള്ളിൽ കിടന്ന ശാസ്ത്ര വിഷയത്തെ കുട്ടികളിലേക്ക് എത്തിക്കാനും അവരെ കൂടെ അതിൽ പങ്കാളികളാക്കി നല്ല രീതിയിൽ അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനും സാറിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതിനുള്ള ഒരു പ്രചോദനം കൂടെ എന്തായിരുന്നു? അത് അതിനൊരു കാരണമായിട്ട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഞാൻ പഠിക്കുന്ന കാലത്തും പഠിപ്പിച്ച കാലത്തും ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ബുക്കിലും ക്ലാസ്സിലും ഒതുങ്ങാനുള്ളതല്ല, ജീവിതത്തിലുള്ളതാണ്. അത് നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫ്. ആ ഒരു വീക്ഷണത്തിലാണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചതുപോലെ. ഇപ്പോൾ മഴവെല്ലിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ പ്രകൃതിയിൽ മഴവെല്ല് കാണുന്ന അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പറയാം. നമ്മൾ വായിൽ വെള്ളം കൊണ്ട് തുപ്പി മഴവെല്ലുണ്ടാക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പോൾ അത് കുട്ടികൾക്ക് പരിശോധിച്ച് അറിയാത്തക്ക കാര്യങ്ങളാണ്. അതിൻ്റെ വിശദീകരണം കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഹൃദ്യമായിരിക്കും. അത് ഈ ശാസ്ത്രീയമായിട്ട് പുസ്തകത്തിലെ ഭാഷയിൽ വിശദീകരിക്കുന്നതിനേക്കാളും അവർക്ക് വളരെ ഹൃദ്യമായിരിക്കും. അതുപോലെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഒരു പേപ്പർ കൊണ്ട് അടച്ച് തലകീഴായിട്ട് പിടിച്ച് കൈ എടുത്താലും പേപ്പർ വെള്ളം കളയില്ല. അതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ്. അതിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വെറും സയൻസ് എന്നുള്ള നിലയിലേക്കാൾ കുട്ടികൾക്ക് അതൊരു ഹൃദ്യമായ ഒരു കാര്യമായിട്ട് മാറും. ഇങ്ങനെ പ്രകൃതിയെ കാണുന്ന ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു മരത്തിൻ്റെ നിഴലിൽ ഉച്ച സമയത്താണെങ്കിൽ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ, വട്ടങ്ങൾ കാണും. മരത്തിൻ്റെ മൂട്ടിൽ നിഴൽ വീഴുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഈ ഇവിടെ മടയിൽ ആ മുറ്റത്ത് ഇങ്ങനെ വട്ടം വട്ടമായിട്ട് കാണും. അത് കണ്ടാൽ എങ്ങനെയാണ് ഈ വെയിലത്ത് ശരിക്കും പറഞ്ഞാൽ പിൻഹോൾ ക്യാമറയായിട്ട് വർക്ക് ചെയ്യാണ്. ഈ ഇലകളുടെ ഇടയ്ക്കൂടി ആ ഗ്യാപ്പ് ഒരു പിൻഹോൾ ക്യാമറ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ പ്രതിബിംബമാണ് ഈ വട്ടത്തിൽ ഇത്രയും കാണുന്നത്. അപ്പോൾ ഈ ഇലയുടെ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പ് ഒരു പിൻഹോൾ ക്യാമറയായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് കാണുകയും ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വലിയ അത്ഭുതവും ആഹ്ലാദവുമാണ് നമ്മൾ അറിഞ്ഞല്ലോ എന്നുള്ളത്. അതുപോലെ ഏലയിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ സപ്തവർണ്ണങ്ങളിൽ കാണാമല്ലോ. അതും തിൻ ഫിലിമിനുള്ള ഈ റിഫ്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന നിറങ്ങളാണ്. അത് പ്രായോഗികമായിട്ട് ഇത് കണ്ട് ഇതാണ് കാരണം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് വലിയ ഒരു സന്തോഷമാണ്. അവർ അത്ഭുതമായിട്ട് കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ഓർമ്മയിൽ നിൽക്കും. അതെ. ശാസ്ത്രം എന്ന് പറയുന്നത് ബുക്കിലും ക്ലാസ്സിലും ഒതുങ്ങുന്നതല്ല, നമ്മൾ ജീവിതത്തിൽ കൂടെ ഉള്ളതാണ് എന്ന ആ ഒരു ബോധവും ആ ഒരു അനുഭവം കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ ഈ ശാസ്ത്ര ക്ലാസ്സിലും ലബോറട്ടറിയിലും മാത്രമല്ല, ലോകം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലൈഫാണ്. അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊരു പഠിക്കാനുള്ള സബ്ജക്റ്റായിട്ട് മാത്രം ഒതുങ്ങില്ല. പിന്നെ ഈ ശാസ്ത്രീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളെല്ലാം ഞാൻ കുട്ടികളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ എൻ്റെ ശാസ്ത്ര പിന്നെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഒതുങ്ങിയതല്ല, നാട്ടിലുടനീളം. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ വാട്ടർ വർക്ക്സ്, ISR ഇവിടെ, ഇതുപോലെ പിന്നെ മെഡിക്കൽ കോളേജ്, പിന്നെ കോളേജിൽ എക്സിബിഷൻ, ഇതെല്ലാം ഞാൻ അതാത് സന്ദർഭത്തിൽ കുട്ടികളെയും കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് വളരെ വിപുലമായ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഞാനിവിടെ കുട്ടികളെ കൊണ്ടുപോയി അവരെ കാണിച്ചു. പിന്നെ അന്ന് ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് തൂത്തുക്കുടിയിൽ കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ടുപോകാൻ കാരണം ഫാക്ടറികൾ ഇപ്പോൾ പിന്നെ സിമെൻ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് അറിഞ്ഞോളാം. ഈ ശങ്കർ സിമെൻറ്റിൻ്റെ ഫാക്ടറിയിൽ ഞാൻ കുട്ടികളെയും കൊണ്ടുപോയി അവർ ഓർ ഉപയോഗിച്ച് സിമെൻറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനടുത്താണ് അവിടെ ദൂരമല്ല, ബസ്സിലാണ് പോയത്. ഇപ്പോൾ തൂത്തുക്കുടി എന്ന് പറയുന്ന ഹാർബർ. അപ്പോൾ നിയറസ്റ്റ് ഒരു ഹാർബർ എങ്ങനെ ഇരിക്കുന്നത് കാണിക്കാൻ. അപ്പം അങ്ങനെ ഒരു ശൈലി എന്തോ അത് എനിക്ക് കാരണം പ്രത്യേകിച്ച് പറയാൻ അറിഞ്ഞോളാം. അതെ, ആ ഒരു ശൈലി എനിക്ക് അന്നേ അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തത്തിൽ ആ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. ഈ സയൻസ് ക്ലബ് എന്നുള്ള ഒരാശയം തന്നെ, ഇപ്പോൾ സയൻസ് പിന്നെ ആക്ടിവിറ്റീസിനെ പറ്റി പഠിപ്പിക്കുന്ന നമുക്ക് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ കീഴിൽ പല കോഴ്സുകളും ഇങ്ങനെ പഠിപ്പിക്കും. പക്ഷെ അത് ഈ സ്കൂളിൽ കുട്ടികൾക്ക് കൂടി ആ തരത്തിലൊരു എന്താണ് സാധ്യത ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ അവരുടെ പഠിത്തത്തിനും അപ്പോൾ അങ്ങനെ സയൻസ് ക്ലബ്ബ് എന്നുള്ള ഒരു ആശയം
ഇപ്പം എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഒരു സന്ദർഭത്തിൽ, ഒരു വർക്ക്ഷോപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ രൂപീകരിച്ചത് ആദ്യമായിട്ട് സയൻസ് ക്ലബ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ഞാനാണ് ഒരു സയൻസ് ക്ലബ്ബ് രൂപീകരിച്ചതെന്ന് എൻ്റെ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു പാംപ്ലെറ്റ് ഉണ്ട്. അതിൽ അവർ എന്നെ പറയും, എനിക്കറിഞ്ഞൂടായിരുന്നു, അവർ എന്നെ പറയുന്നത് സ്റ്റേറ്റിലെ ആദ്യത്തെ സയൻസ് ക്ലബ്ബാണ്. അതെ അതെ, അങ്ങനെ അഭിമാനപൂർവ്വം പറയത്തക്ക ഒരു, പിന്നെ എങ്ങനെയൊക്കെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രാധ്യാപകനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ട്, അതായത് എല്ലാ സ്കൂളിലും സയൻസ് ക്ലബ്ബ് തുടങ്ങിയതും ആ സയൻസ് ക്ലബ്ബുകളുടെ ഒരു സെൻട്രൽ ബോഡിയായിട്ട് ഡിസ്ട്രിക്റ്റ് സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു, അതെല്ലാം തുടങ്ങിയത് എൻ്റെ കാലത്താണ്. ഒരു പക്ഷേ ആദ്യമായിട്ട് നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലായിരിക്കും അത് രൂപപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും ഈ സയൻസ് ക്ലബിൻ്റെ പ്രവർത്തനത്തിന് പ്രചരിപ്പിക്കാനായിട്ട് എനിക്ക് പോകാൻ സാധിച്ചു. അതിൽ ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ DO ആയിരുന്നാലും DD ആയിരുന്നാലും DP ആയിരുന്നാലും അവർക്കറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ കഴിക്കും എന്നുള്ളൊരു മഹാഭാഗ്യമാണ്. ഇന്ന് എല്ലാ സ്കൂളുകളിലും സയൻസ് ക്ലബ് ഉണ്ടെങ്കിലും ആരാണ് ഇതിന്റെ നേതൃത്വം നടത്തി അല്ലെങ്കിൽ ആരാണ് തുടങ്ങി വെച്ചതെന്ന് പലർക്കും അറിയില്ല. അത് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ തുടക്കം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വ്യാപകമാക്കിയതിന് ഒരു കൈ എനിക്കുണ്ടെന്നുള്ളതിന് സംശയമില്ല. എനിക്ക് SME സ്കൂളിൽ അന്നൊരു ശിവശങ്കരപ്പിള്ള സാറുണ്ടായിരുന്നു. സാറാണ് ശരിക്കും പറഞ്ഞാൽ ഈ സയൻസ് ക്ലബ്ബ് SME സ്കൂളിൽ ആദ്യമായിട്ട് അതിൻ്റെ ആ ചിട്ടവട്ടങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത് സംസാരിക്കുന്ന കൂട്ട് മനസ്സിലാക്കി. എങ്ങനെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ SME സ്കൂളിലാണോ ഇത് ആദ്യം ഉണ്ടായിരുന്നത്, സയൻസ് ക്ലബ്ബായിട്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ വന്നിട്ട് ഞാൻ ഏതായിരുന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് വേണ്ടി വന്നാൽ ഈ സ്കൂൾ അവേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം, പിന്നെ വൈകുന്നേരം ഒരു മണിക്കൂർ നിർബന്ധമായിട്ടും സയൻസ് ക്ലബ്ബ് എന്നും പറഞ്ഞ് അതിനുള്ള കുറേ ആവശ്യമുള്ള എക്സ്ട്രാ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ ലോക്കലായിട്ട് നമുക്ക് പിന്നെ നിസ്സാരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിൽ എന്നെ സഹായിക്കാനായിട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറേ ഒരു ആവശ്യം വന്നിരുന്നാലും സാധാരണ മാനേജർമാർ അങ്ങനെ പൈസ മുടക്കില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് എന്ത് ചോദിച്ചിരുന്നാലും ഫാദറില്ലാണ്ടല്ലോ മാനേജർ, അതുകൊണ്ട് സാമ്പത്തിക സഹായം കിട്ടാനുള്ള സൗകര്യം കൂടെ ഉണ്ടായിരുന്നു. സാർ, ശാസ്ത്രം, സാഹിത്യം, അധ്യാപനം, പിന്നെ കല, പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ പാതകളിലൂടെയും സാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾക്കും വരും തലമുറയ്ക്കും വേണ്ടി അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത്, വന്ന വഴികളെക്കുറിച്ച്. അത് ഒരു ജീവിത ശൈലിയാണ്. ഇതെല്ലാം നമ്മൾ പ്രത്യേകം പറയുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഇഴചേർന്ന് കിടക്കുകയാണ്. ഇത് പ്രത്യേകമല്ല. ഇപ്പോൾ ഒരാളുടെ കലാവാസന, ഈ പാടാൻ കഴിയുമെന്നുള്ള ഒരാൾ അതുകൊണ്ട് ജീവിക്കണമെന്നില്ല. അത് ജീവിതത്തിൽ അയാളുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് മാറാം. അതുപോലെ തന്നെ മറ്റ് കലാപരമായ ഒരുപാട് കഴിവുകൾ, ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ കഴിവുള്ളവർ കാണും, അങ്ങനെ പിന്നെ ഈ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ളവർ കാണും, അങ്ങനെ വിവിധ മേഖലകളിൽ താല്പര്യമുള്ളവർ ഉണ്ടാവും. അതിന് ഈ ജീവിതഗന്ധിയായ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മളിപ്പോൾ പ്രത്യേകം ഒരു ഫീൽഡായിട്ട് പറയുന്നുവെങ്കിലും ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ ഈ അനുഭവങ്ങളിൽ കൂടി വരുന്ന കാര്യങ്ങളാണ്. പരസ്പര പൂരകങ്ങളാണ്. തീർച്ചയായും. ഇപ്പോൾ സാഹിത്യകാരനാകുന്ന ഒരാൾ അയാളുടെ സാഹചര്യങ്ങളും അനുഭവങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോന്ന് രൂപപ്പെടുന്നത്. അത് മനസ്സിൽ അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു ശൈലി മനസ്സിലും ജീവിതത്തിൽ ഉണ്ടെങ്കിലേ അത് വരുള്ളൂ. എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതൊക്കെ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്, ഒരു സംശയം. കവിതയാണെങ്കിലും ഏകദേശം അനുഭവങ്ങളാണ് കൂടുതലും തീർച്ചയായും കവിതയായിട്ട് മാറുന്നത്. ഇപ്പോൾ കവിത എഴുതണമെന്നും പറഞ്ഞിരുന്ന കവിത വരില്ല. കവിതയ്ക്ക് അതിനൊരു പ്രത്യേക കഴിവ്, പിന്നെ ആ ശൈലിയിൽ
പിന്നെ ഓരോന്നും സാഹിത്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കഴിവും പ്രവണതയും ഒക്കെ ഉണ്ടെങ്കിൽ അത് വരുള്ളൂ. ഇപ്പം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ. ഒരു സാധാരണ ഒരാൾ എനിക്കൊരു കവിത എഴുതണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതിയെന്ന് പറഞ്ഞ് കവിത ആവില്ല. അതിന് അതിൻ്റേതായ ചില പ്രത്യേക കഴിവുകളും ആശയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ. സാർ, ഒരു ചോദ്യം. ഒരു ശാസ്ത്രകാരനായിട്ട് അറിയപ്പെടുന്നതിലാണോ ഒരു അധ്യാപകനായിട്ട് അറിയപ്പെടുന്നതിലാണോ സാറിന് കൂടുതൽ സന്തോഷം? പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അധ്യാപകനായിട്ടും ശാസ്ത്രകാരനായിട്ടും ശാസ്ത്ര അധ്യാപകനായിട്ടും പ്രവർത്തിക്കാനും അറിയപ്പെടാനുമാണ് എനിക്ക് സന്തോഷം. അപ്പം ഏത് കാര്യങ്ങളെക്കാളും ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഈ സമൂഹത്തിൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഇമ്പാക്റ്റാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ദീർഘകാലം ഒരേ സ്കൂളിലിരുന്നു എന്നുള്ള, ഒരേ സ്കൂളിൽ ഒരേ നാട്ടിലിരുന്നു എന്നുള്ള അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിൽ അധ്യാപകനായിരിക്കാൻ എല്ലാവർക്കും ഈ സൗകര്യം കിട്ടിയെന്നൊന്നുമില്ല. ഇതങ്ങനെയല്ല, ഒരു നാട്ടിൽ തന്നെ ഒരു വലിയ ഒരു ദീർഘകാലത്ത് ഒരു തലമുറ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഇപ്പോൾ വാർദ്ധക്യകാലത്ത് ഞാനിപ്പോൾ എവിടെ പോയിരുന്നാലും ആ ഒരു അംഗീകാരം കിട്ടുന്നതിന് അടിസ്ഥാനം അത് തന്നെയാണ്, ആ ഒരു സംശയമില്ല.